ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച കുറച്ച് വിശേഷങ്ങളും പിന്നെ ഉണ്ണികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ഇത് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറവായ കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഡാപ്പിയാണ് ഇന്ന് കാലത്ത് തന്നെ എണീറ്റ് അടുപ്പിൻ്റെ അടുത്തിരിക്കുന്നത്. 10 ദിവസം എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സബോളയൊക്കെ ഇന്നലെ തന്നെ വൈകിട്ട് തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് ഇപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തത്. പിന്നെ ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങ് ഇപ്പോൾ കാലത്ത് മേടിച്ചതാണ് കേട്ടോ, ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിൽ വലുത് 2 നോക്കി അതൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്, വലുതാക്കിയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ പണിയൊക്കെ ഒന്ന് തുടങ്ങിയ സമയത്താണ് പാത്തൂസ് എണീറ്റു. പാത്തൂസിന് ചായ വേണമെങ്കിൽ ചായ വേണ്ട, അവൾക്ക് ബിസ്ക്കറ്റ് മതി. അപ്പോൾ ബിസ്ക്കറ്റ് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കാലത്തേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഭൂരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഭൂരിയും കൂടി ആകുമ്പോൾ നല്ലതാണല്ലോ വിചാരിച്ച് അപ്പം അങ്ങനെ ഭൂരിക്കുള്ളതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടുള്ള ഭൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു കേട്ടോ. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ വ്ലോഗായാലും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസിലൊക്കെ നല്ല വ്യൂവും കമൻറ്റും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂവും കമൻറ്റും ഒക്കെ നല്ലോണം വരുന്നുണ്ട്, ലൈക്ക് കുറച്ച് കുറവാണ്. അത് ഇടാൻ മറന്നു പോകാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറന്നു പോകാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം കേട്ടോ. പിന്നെ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ കാലത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സബോളയൊന്ന് വാട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ടിയൊരു ചിക്കൻ കറി, കുറച്ച് ചിക്കൻ മാത്രമേ ഉള്ളൂ. ഞാനത് കുറച്ച് മുമ്പ് മേടിച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ മേടിക്കുമ്പോൾ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും, ഒരുമിച്ച് വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചത്. അപ്പോൾ അവർക്ക് വറുക്കണ്ട, കറി വെച്ച് കഴിഞ്ഞാൽ ഭൂരിയും കറിയും മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കാം. ഇത് കറിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ പണിയും ഉച്ചയ്ക്കായാലും തന്നെ മതിയാവും കുട്ടികൾക്ക്. കുറച്ച് ചിക്കനായി കഴിഞ്ഞാലും അത്രയ്ക്കൊന്നും കഴിക്കില്ലല്ലോ, കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് കൂടി, വലിയ 2 ഉരുളക്കിഴങ്ങ് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വൈകുന്നേരം വരെ ഒപ്പിക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് അതിന് ശേഷം ഞാൻ ചിക്കനും ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്കൊരു 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു എന്തായാലും അപ്പുറത്ത് അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ അത് കുക്കർ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് കൈയോടെ തന്നെ ഭൂരി ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പോൾ അവരുണ്ടാവും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഈ റൈസ് കുക്കറിൻ്റെ മുകളിൽ മഞ്ഞ കളർ കാണുന്നത് വേറെ ഒന്നും ആയതൊന്നുമല്ല കേട്ടോ. നല്ല പോലെ തന്നെ മുകളിൽ നിന്ന് വെയിൽ വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഷീറ്റിൻ്റെ മുകളിൽ ചെറിയ 2 ഹോളുണ്ട്, 2-3 ഹോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഗ്യാപ്പിൽ കൂടെ വരുന്ന വെളിച്ചമാണ് കേട്ടോ അത്. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പം അങ്ങനെ ഭൂരിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഭൂരി മറ്റേ ചോറ് വെച്ചിട്ട് ഭൂരി ചെയ്ത റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 23K വന്നിട്ടുണ്ട്, വ്യൂ വന്നിട്ടുണ്ട്, ലൈക്കും നല്ല രീതിയിൽ തന്നെ ലൈക്കും വന്നിട്ടുണ്ട്, കമൻറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ കുറേ വെറൈറ്റി വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും തെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്ക് അതൊന്ന് തിരുത്തി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഭൂരി നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഭൂരി. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് എത്ര ചെയ്തിട്ടും റെഡി ആവണില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കയറി എന്നെ ലിങ്കിൽ ഒന്ന് കയറി ചാനലൊന്ന് കയറി ഒന്ന് കാണണം കേട്ടോ. വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടിട്ടൊന്ന് ഭൂരി ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ കുറേ ദിവസമായിട്ടോ. അപ്പോൾ വിറക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു,
അപ്പോൾ വിറകുകാരെ കാലത്തൊട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകി. സാധാരണ ഒരു 6:30-7 മണി ആ സമയത്ത് ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അവർ വിറക് വിളിച്ച് പറയുന്ന ആ സൗണ്ട് കേട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ എണീക്കാറ് കേട്ടോ. പക്ഷേ നമ്മൾ എണീറ്റ് ഒരു 8 മണി 8:30 ആകാറായപ്പോൾ വിറക് വന്നിട്ട് ഞാൻ വരില്ല എന്ന് വിചാരിച്ച് നിന്നായിരുന്നു. അപ്പോൾ അടുപ്പിൽ ഗ്യാസും തന്നെ ചോറ് വെക്കേണ്ടതെന്ന് വെച്ചിട്ട് നിൽക്കണ്ടായിരുന്നു. പക്ഷേ വന്നു അങ്ങനെ. പിന്നെന്താ പറയുക, അപ്പോൾ ഞാനങ്ങനെ വിറക് കുറച്ച് കത്തിക്കാനുള്ള വിറക് മാത്രം എടുത്ത് കൊണ്ടുപോയുള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്ന ചെടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് ഞാൻ എവിടെയും തൃശ്ശൂർ ഒരു വീട്ടിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ്. പക്ഷേ ഞാനിത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. ഇപ്പോഴാണ് ഒന്ന് പൂവിടുന്നതൊന്നും ഉഷാറായത് കേട്ടോ. പിന്നെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഇതാക്കണ സമയം കൊണ്ട് തീയൊന്ന് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് മക്കൾ തന്നെ അവിടെ വിറകൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ വന്നു. മക്കളെ അതും കൂടി ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരെ വിളിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചോറടുപ്പത്ത് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ വിറക് അങ്ങോട്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് കത്തണില്ല കേട്ടോ. കുറച്ചൊരു ഉണക്കക്കുറവുണ്ട്. അപ്പോൾ ഒന്ന് മക്കളൊന്ന് നിരത്തി വെയിലത്തിടുകയാണ് കേട്ടോ. അപ്പോൾ അവരതൊന്നും കഴിഞ്ഞു. ഞങ്ങൾ 4 കൂടി ചായ കുടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ പൂരിയും ചിക്കൻ കറിയും കൂട്ടി നല്ലൊരു ചായ കൂടി രാവിലെ തന്നെ. അപ്പോൾ ചിക്കൻ കറി എന്തായാലും ഉച്ചയ്ക്കും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ പണി അങ്ങോട്ട് കുറച്ചൊക്കെ ഒന്ന് തീർന്ന് കിട്ടുമല്ലോ. ഉച്ചയ്ക്ക് പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഉണ്ടാക്കലില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഉപ്പേരി വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് കൊണ്ട് തട്ടിക്കൂട്ടി ഒരു ചെറിയൊരു കറിയും വെച്ചു. അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോളുടെ മേത്ത് നിറച്ചും ചൂട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂട് കൂടുതലല്ലേ. അപ്പോൾ മോളുടെ മേത്തും കയ്യിലും മുഖത്തധികമില്ല, പക്ഷേ ഈ നെഞ്ചത്തും കയ്യിലും കാലുമലൊക്കെയാണ് കേട്ടോ അധികമായിട്ട് പൊന്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ മോന് സുഡുവിന് ഞാൻ ആദ്യം ഇങ്ങനെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നാളികേരത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് മേത്ത് തേച്ച് കൊടുക്കുമ്പോൾ ഒന്ന് കരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പാത്തൂസിനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾ ആദ്യമൊന്നും സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്ന് തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.